സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്നുള്ളത് അറിയില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ വന്ന് നിൽക്കുന്നത്. പിന്നെ കുറച്ചെങ്കിലും ക്ലാസ്സൊക്കെ എടുത്തൊരു ധൈര്യം ഉള്ളതുകൊണ്ട് കയറി വന്നതാണ്. അൽഹംദുലില്ലാ. അത് മാത്രമേ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം നമ്മൾ മാഡം പറഞ്ഞ പോലെ താൻ പാതി ദൈവം പാതി. നമ്മളെ പകുതി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്തായാലും അതിനൊരു റിസൾട്ട് കിട്ടും. അത് എന്തായാലും ഏറ്റവും ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എനിക്ക് ഇത്രയും പഠിക്കാൻ സപ്പോർട്ട് ചെയ്തു തന്ന എൻ്റെ ഹസ്ബൻഡ്. ഈ ഒരു പരിപാടിക്ക് വരാത്തതിലുള്ളൊരു വിഷമമുണ്ട്. പിന്നെ എൻ്റെ ഉപ്പ. ഈ ഒരു വിജയത്തിന് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫാമിലി തന്നെയാണ് എന്തായാലും. കാരണം മോനെ നോക്കാൻ ഒരാളില്ലാതെ എന്തായാലും പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പക്ഷേ നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് തന്ന ഫാമിലി നിന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. അതെന്തായാലും എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ മാഡം പറഞ്ഞ പോലെ നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാതെ കുറേ സമയം അങ്ങനെ നഷ്ടമായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു PSC പഠിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങാണ്. പക്ഷേ എന്ത് പഠിക്കണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം അങ്ങനെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു അനലിസ്റ്റ് ഒക്കെ ഈ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് കുറേ പേർക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പം അത് പഠിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം. ഇത്രയും കാലം നമ്മളെ മനസ്സിലെന്താ PSC എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഒരു നമുക്ക് കിട്ടില്ല. പക്ഷെ അത്രയും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസ് ആയി ഞാനും അങ്ങനെ തന്നെ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. PSC എന്ന് പറയുന്നത് മനസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യം. അപ്പോൾ ഞാൻ എംഫാമിനൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ക്ലാസ്സിൽ 2 പേര് ഇങ്ങനെ PSC എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കുന്നത് കാണാം, മുസ്താനെ തെൻസിയെ. അപ്പോൾ ഞാനിങ്ങനെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഈ PSC ഒക്കെ പഠിച്ചാൽ കിട്ടുമോ, ഇവർ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ കിട്ടുമോ, അറിയില്ല. PSC എന്താണെന്ന് പോലും അറിയില്ല. പക്ഷെ അവരിങ്ങനെ പഠിക്കുന്നത് കാണായിരുന്നു. അപ്പോൾ അങ്ങനെ എംഫാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഗൾഫിലേക്ക് പോകാൻ നോക്കിയതാണ്. പക്ഷേ ഗൾഫിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമില്ല. കുവൈത്തിലേക്ക് ഫാർമസിസ്റ്റിന് വേണ്ടത്രേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ആ ഒരു നിമിഷത്തിൽ വെറുതെ ഒരു IMSൻ്റെ ഒരു എക്സാം വരുന്നുണ്ട്, തൃശ്ശൂർ IMS. അപ്പം ഒന്ന് നോക്കാം, നമുക്ക് പറ്റുന്നതാണോ അല്ലേ, നമുക്കൊരു എഫേർട്ട് ഇട്ട് നോക്കാം എന്ന് വിചാരിച്ചൊരു കുറച്ച് ദിവസം ഇരുന്നൊന്ന് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ ഇരുന്നു. അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരു ഫുൾ ഡേ തന്നെ ഇരിക്കും. അതായത് അത്രയും നമ്മൾ മാക്സിമം നമ്മൾ ടൈം ഇട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് ആ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ടഫായിട്ട് തോന്നി. ഭയങ്കര ടഫ് എക്സാം ആയിരുന്നു. പക്ഷേ എക്സാം കഴിഞ്ഞ എല്ലാവർക്കും അത് ടഫായിരുന്നു. എക്സാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എല്ലാവർക്കും അതേപോലെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതൊരു എക്സാമിന് നമ്മൾ മുൻകൂട്ടി പേടിച്ചിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. അതായത് നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് എഫേർട്ട് ഇടുന്നോ ആ എഫേർട്ട് എല്ലാവരും സെയിം എഫേർട്ടാണ് ഇടുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി നമുക്കൊരു വിശ്വാസം വേണം, എങ്ങനെ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പം ആ ഒരു ധൈര്യത്തിൽ പിന്നെ അടുത്തായിട്ട് വരുന്നൊരു എക്സാമാണ് DAൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പം അതും ആ ഒരു സിലബസൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത്രയും വലിയൊരു സിലബസാണ്. അപ്പോൾ തെൻസിയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, പഠിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ വേഗം തുടങ്ങിക്കോ, കാരണം നമ്മളെ കയ്യിൽ നിൽക്കുന്ന സിലബസ് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ആദ്യം നമ്മൾ യൂട്യൂബിലായിരിക്കും സെർച്ച് ചെയ്യുക. മാഡം പറഞ്ഞ പോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഞാനൊന്നും കണ്ടില്ല, എവിടെയോ ഒരു മോട്ടിവേഷനോ ഒന്നും. അത് നമുക്ക് എവിടെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ സാംസൺസ് മെഡലി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് പോലും വൈകിട്ടാണ് അറിഞ്ഞത്. അതായത് അപ്പോൾ നമുക്ക് അത്രയും സമയം നമുക്ക് നഷ്ടമായതാണ്. നമ്മൾ എവിടെ നോക്കി പഠിക്കണം എന്നറിയാതെ കുറേ നമ്മൾ ടെക്സ്റ്റ്, ഈ ഒരു എക്സാമിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കും. ആദ്യത്തെ 2-3 മാസം നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് വായിക്കും, നോട്ട് വായിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ലാസ്റ്റ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ പഠിച്ചതൊക്കെ വെറുതെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന സംഭവം, ഞാനൊക്കെ പഠിച്ചിരുന്നത് നോട്ട് എഴുതി മാക്സിമം ഏതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ടോ അതൊക്കെ നോട്ട് ചെയ്തു. ഈ ഒരു 2 മാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 1 മാസവും നോട്ട് ചെയ്തു. അതായത് നമുക്ക് എവിടെ നിന്നാണോ അത് കിട്ടുന്നത് അപ്പോൾ ആ നോട്ട് നോക്കി നമ്മളതായ രീതിയിൽ അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ അത് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും PSC നമുക്ക് 2 ഓപ്ഷൻ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 2 ഓപ്ഷൻ പിക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ നമുക്ക് ആ ഒരു റിവിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 2 ഓപ്ഷനിൽ നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതായത് ഞാനൊക്കെ ഒരുപാട് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഇത് ഞാൻ എങ്ങനെ തെറ്റിച്ചു, അതായത് ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മൾ അത്രയും അറിയുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ തെറ്റിച്ചിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഒരു റിവിഷനും അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും നമ്മുടെ നോട്ടിൽ. അപ്പം അത് രണ്ടാമത് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ആ പോയിന്റ് നോക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചതാണ്. അതായത് അത്രയും പോയിന്റ്സ്, അതായത് ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം എന്നൊക്കെ പറയുന്നത് നമ്മൾ നോട്ട് ചെയ്യുക അത്ര എളുപ്പമുള്ളൊരു എക്സാം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരും
ഈ ഒരു 3 വാക്കൻസി കണ്ടിട്ട് പഠിക്കാതായ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം കോമ്പറ്റീഷൻ വളരെ കുറവുള്ളൊരു എക്സാം ആയിരുന്നു. കാരണം അത്രയും ആൾക്കാർ ആ 3 വാക്കൻസി അല്ലേ, ആ ഒരു 3 വാക്കൻസിയിൽ ഇപ്പം ഒരു 2 റിസർവേഷൻ കഴിഞ്ഞാൽ ഒരു റാങ്ക് കയറും. ആ ഒരു റാങ്ക് ഇപ്പം എന്തായാലും ഞാനാവില്ല. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഉസ്താൻ അങ്ങനെ വിചാരിച്ചു, എല്ലാവരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതായത് നമുക്ക് കിട്ടും, ആ ഒരാൾ നമ്മളാവാനും ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എഫേർട്ട് ഇടുക. അപ്പം അത് ഇപ്പം ഞങ്ങൾ 3 പേര് ഞങ്ങൾ ആലോചിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പഠിച്ചാൽ കിട്ടില്ലേന്ന്. കാരണം ഞങ്ങൾ അറിയുന്ന ആരും വിചാരിച്ചില്ല ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളത്, ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതേപോലെ പഠിച്ചാൽ കിട്ടില്ലേ. അപ്പോൾ കുറേ പേർക്ക് ഇപ്പം പഠിച്ചാൽ മതിയായിരുന്നു, പക്ഷേ ഇനിയും സമയമുണ്ട് നമുക്ക്. നമ്മൾ ഒരു എക്സാം നമ്മൾ ഫെയിൽ ആയാലും അടുത്ത എക്സാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം മാക്സിമം എഫേർട്ട് ഇടുക, അതായത് നമ്മളെ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റിലെ കാര്യം. പിന്നെ ഒരു സിലബസ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മളെ കയ്യിൽ ആ സിലബസ് എടുത്ത് വെക്കുക. അപ്പോൾ കുറേ പേര് കുറേ പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഇതിലൂടെ ഒന്നും ഞാൻ കടന്നു പോകുന്നു വിചാരിച്ചിട്ടില്ല, പക്ഷേ കുറേ സ്റ്റുഡൻസ് സാംസങ്ങിൽ നിന്ന് കുറേ സ്റ്റുഡൻസ് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, പിന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 2-3 വർഷം കഴിഞ്ഞിട്ട് എക്സാം വരുന്നുള്ളൂ. അത് കുഴപ്പമില്ല മാഡം, ഞങ്ങളിപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇന്നലെ വരെ ഒരു 2 കുട്ടികൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ആഗ്രഹത്തോടു കൂടെയാണ് ആ കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും മാഡം പറഞ്ഞിട്ടുണ്ടാവുക, നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും 2 വാക്ക് ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്നുള്ളൊരു കാര്യം. പിന്നെ ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് സാംസൺ പള്ളിനോട് തന്നെയാണ്. കാരണം ഇത്രയും ഒരു എഫേർട്ട് ഇട്ട്, അത് സ്റ്റുഡൻസിന് വേണ്ടി ഇത്രയും ഒരു എഫേർട്ട് ഇടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് കയറിയ ഒരാളാണ്. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, സുബീഹ, കുട്ടികൾ പൈസ കൊടുത്തിട്ടല്ലേ ചേരുന്നത്, അപ്പോൾ അവർക്ക് മാക്സിമം നമ്മൾ കൊടുക്കണ്ടേ. അപ്പം നമ്മൾ ടെക്സ്റ്റ് വായിച്ച്, ഇപ്പോൾ ചെറിയൊരു ക്ലാസ് ആണെങ്കിലും അത്രയും സമയം ഞങ്ങൾക്ക് തരികയാണ്. ആ ടെക്സ്റ്റ് വായിച്ച് ആ സ്റ്റുഡൻസിന് അത്രയും പോയിൻറ്റ്സ് നമ്മൾ കൊടുക്കണം. അതും PSC പോയിന്റിൽ ഒരു പോയിന്റ് മിസ്സാവാതെ നമ്മൾ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ എഫേർട്ട് ഇടാൻ വേണ്ടി ഞങ്ങൾക്ക് അത്രയും സമയമാണ് മാഡംസ് തരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും അതിൻ്റെ ഒരു റിസൾട്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്, ആ ഒരു സിൻസിയാരിറ്റീൻ്റെ റിസൾട്ട് തന്നെ ആയിരിക്കും ഈ ഒരു റാങ്ക്, ഇത്രയും റാങ്ക് കിട്ടിയതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയത്. സാറോടും ഉന്മേഷ് സാറിനോടും ആൻസി മാഡത്തിനോടും എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും, അതായത് ഈ ഒരു സാംസങ്ങിൻ്റെ ഫാമിലീൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. അതായത് ഇത്രയും കുറച്ച് നല്ല മനുഷ്യന്മാരുടെ ഇടയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നും ഇതേപോലെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.